വെൽക്കം ടു ബദ്രീസ് വേൾഡ്. അപ്പോൾ നമ്മുടെ വെസ്റ്റ് ബംഗാൾ നമ്മളുള്ള പാലക്കാട് എന്ന സ്ഥലത്ത് ഇപ്പോൾ ധൻബാബ മേള നടക്കുവാണ്. അപ്പോൾ ഒരുപാട് വിശേഷങ്ങളുണ്ട് ഇവിടെ, നമുക്ക് കണ്ടു തീർക്കാൻ പറ്റാത്ത വിശേഷങ്ങളാണ്. അപ്പോൾ നിങ്ങൾ നമ്മുടെ കൂടെ വരുവാണെങ്കിൽ ഞാൻ എല്ലാ കാര്യങ്ങളും കാണിച്ചു തരാം. നമ്മളെ നാട്ടിലൊക്കെ മേള നടക്കുന്നത് പോലെ തന്നെയാണ് കേട്ടോ ഇവിടെയും വർഷത്തിലൊരിക്കൽ ധൻബാബ മേള നടക്കുന്നത്. വെസ്റ്റ് ബംഗാളിൽ നമ്മളിപ്പോൾ ഉള്ള ദുർഗാപൂർ ഇവിടെ മാർച്ചിലാണ് കേട്ടോ മേള സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് മാർച്ച് ആദ്യം തന്നെ തുടങ്ങുന്ന മേള ഏകദേശം ഒരു 15 ദിവസങ്ങൾ വരെ ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ പള്ളിയുടെ ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ. അവിടെ ഒരു വലിയൊരു സ്ഥലത്തായിട്ടാണ് ഈ ഒരു മേള നടക്കുന്നത്. ഇതുപോലെ തന്നെ ഒരുപാട് പൂക്കൾ, ജ്വല്ലറി, അതുപോലെ തന്നെ നമുക്ക് വീട്ടിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ, അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസ് കാണും. അപ്പോൾ അത്തരത്തിൽ നല്ല രസമുള്ളൊരു മേളയാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാ ദിവസങ്ങളിലും വൈകിട്ടാകുമ്പോഴത്തേക്കും മേളയ്ക്ക് എത്തും കേട്ടോ. വേറെ ഒന്നുമല്ല, ഇതുപോലെ തന്നെ നടന്ന കാഴ്ചകളൊക്കെ കാണാൻ നല്ല രസമല്ലേ. അപ്പോൾ ഞാനാണെങ്കിൽ ഫ്ലവേഴ്സിൻ്റെ പിറകെയും ജ്വല്ലറിയുടെ പിറകെയും കമ്മലിൻ്റെ പിറകെയൊക്കെ പോവും. ഭദ്രക്കുട്ടനാണെങ്കിൽ നേരെ ടോയ്സിൻ്റെ പിറകെയും പോവും. ഏട്ടനാകെ പെട്ടുപോകും കേട്ടോ. പക്ഷെ ഞങ്ങൾ പറഞ്ഞ ഒരേ ഒരു കാര്യം ഒന്നാട്ടോ, കാര്യം ഈ ഒരു മേള ഒരു 15 ദിവസത്തെ മേള കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞില്ലേ, പിന്നെ നമ്മൾ അടുത്ത വർഷം വരെ കാത്തിക്കണ്ടല്ലേ. നാട്ടിലോ നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം നമ്മളിവിടെയെങ്കിലും എക്സ്പ്ലോർ ചെയ്യണ്ടേ വേണ്ടേ, നിങ്ങൾ പറ. അപ്പോൾ നല്ല രസമാണ് കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മാല, ഇതൊക്കെയെന്ന് പറയുമ്പോൾ ശാന്തിനികേതൻ നമ്മളിവിടുത്തെ ഫേമസ് ആയിട്ടുള്ള മാലകളാണ് കേട്ടോ. ഇതൊക്കെ ഇവർ കൈകൊണ്ട് ചെയ്തെടുക്കണതാണ്. അതിൻ്റെ ഒരു ഭംഗി നമുക്ക് ശരിക്കും ഈ മലയിൽ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാനിതിൽ വേറെ ചെയ്തേക്കുന്നതും ഇവിടുത്തെ നല്ല ഭംഗിയുള്ള മാലകൾ തന്നെയാണ്. ജുംക്ക മാലയും അതുപോലെ തന്നെ ടെറാക്കോട്ടയുടെ മാലയും മുത്തുകൾ വെച്ചിട്ടുള്ള മാലയും ഇതൊക്കെ ത്രെഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ള മാലകളും വളകളൊക്കെയാണ് കേട്ടോ ഇവിടെ ഫേമസ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇവിടുത്തെ ബംഗാളിലെ നല്ല കോട്ടൺ സാരികൾ, അതുപോലെ തന്നെ മാലകളും കമ്മലുകളൊക്കെ ആയിട്ട് ഞങ്ങൾക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് കേട്ടോ, അനുബബിത് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള മാലകളും സാരികളൊക്കെ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പേജിൽ കയറിയിട്ട് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി. ഞാൻ സാരിയും മാലയൊക്കെ അയച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനും ഭദ്രക്കുട്ടിന് ശരിക്കും വണ്ടടിച്ചിരിക്കും കേട്ടോ, എന്ത് മേടിക്കണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട്. ഇവിടെ കിടക്കണം ഈ പാവുകളൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ വെച്ച് ക്ലോത്ത് വെച്ചിട്ട് ഇവർ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. അപ്പം ഇത്തരത്തിലുള്ള പാവുകളൊക്കെ മേടിക്കലായിരുന്നു ആദ്യത്തെ എൻ്റെ ഹോബി. അതായത് ഞാൻ പറഞ്ഞല്ലോ എല്ലാ വർഷവും മേളകൾ ഉണ്ടാവാറുണ്ട് നല്ലത്. മേളയ്ക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് നിർബന്ധമാണ് കേട്ടോ നമുക്ക് ഓർത്ത് വെക്കാൻ, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിക്കണം എന്നുള്ളത്. അപ്പം ഒരു കൊല്ലം പാവകളാണെങ്കിൽ അടുത്ത കൊല്ലം വേറെ എന്തെങ്കിലും ടൈപ്പുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഞാൻ കളക്ട് ചെയ്ത് വെക്കും ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്. നിങ്ങളും ഇത്തരത്തിലാണോ ഒരു ഓർമ്മയ്ക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എവിടെയെങ്കിലേക്ക് പോകുന്ന സമയത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാറുണ്ടോ? അതൊരു രസമുള്ള കാര്യമല്ലേ അല്ലേ. അതുപോലെ തന്നെ കുട്ടികളൊക്കെ എന്ന് പറയുമ്പോൾ ഭയങ്കര വാശിയാണ് കേട്ടോ. ഒരു സൈഡിൽ ടെഡ്ഡി ബിയർ ഉണ്ടാവും, ഒരു സൈഡിൽ കാറും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഏതെടുക്കണം എന്നുള്ളത് കൺഫ്യൂഷൻ ആയിരിക്കും കേട്ടോ. ഭദ്രയൊക്കെ അങ്ങനെയായിരുന്നു, പക്ഷേ ഭദ്രക്കുട്ടിൻ്റെ കാര്യത്തിൽ അധികം വാശിയൊന്നുമില്ല കേട്ടോ. അതായത് നമ്മൾ കയറുന്ന സമയത്ത് തന്നെ ഒരു ടോയ്സ് അവനെ മേടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ദേവൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു ഗണ്ണിരിപ്പുണ്ട്, അതും കൊണ്ട് പിന്നെ ഫുൾ ടൈം നടന്നോളും കേട്ടോ. പിന്നെ പോകാനാകുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഐസ്ക്രീമിനൊക്കെ ചിണുങ്ങത്തുള്ളൂ. ഞാനാണെങ്കിൽ ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ തപ്പി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അത്തരത്തിൽ എനിക്ക് വേണ്ട കുറേ സാധനങ്ങൾ ഞാൻ ആദ്യം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളെന്താണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ രാത്രിയിൽ ഒരു വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് സ്റ്റാളൊക്കെ ഓപ്പണായിട്ട് വരിക. രാത്രി ഒരു 12-2 മണി വരെയൊക്കെ കാണും കേട്ടോ. പക്ഷേ വൈകുന്നേരം ഇപ്പം നമ്മളൊരു 7 മണിക്കുള്ള സമയത്താണ് കേട്ടോ എൻ്റെ ഒരു വീഡിയോ വരുന്നത്. അപ്പോൾ ഞാൻ ചുമ്മാ ഈ ചാട്ടൊക്കെ തട്ടി നമ്മളിങ്ങനെ നടന്നുകൊണ്ട് കാഴ്ചകളൊക്കെ കാണുവാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ രാത്രി ഒരു 10 മണിക്ക് ആകുമ്പോഴത്തേക്കും തിരിച്ചു പോരും. വേറൊന്നുമല്ല, നല്ല തിരക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് എന്തോ പോലെ ആയിരിക്കും. കാര്യം ഒന്നാമത് ബദ്രിയുണ്ട്, അവനും ടയേർഡാവും. അത് മാത്രമല്ല തിരക്ക് വരുമ്പോൾ നമുക്ക് അത്യാവശ്യം നോക്കിയെടുക്കാൻ പറ്റില്ല. തിരക്കില്ലാതിരിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് നോക്കിയെടുക്കാമല്ലോ. ഇവിടെ കൂടുതലും ആൾക്കാർ ഈ പാനിപ്പൂരി ചാട്ടൊക്കെ കഴിക്കാനാണ് കേട്ടോ. നമ്മളെ നാട്ടിലെ പോലുള്ള ഐറ്റങ്ങളൊന്നുമല്ലല്ലോ ഇവിടെ കിട്ടുന്നത്. ഫുള്ളും പാനിപ്പൂരിയും അതുപോലുള്ള കാര്യങ്ങളൊക്കെ അല്ലേ. ഒരു സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരുപാട് ഐറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ പൊതുവേ സത്യസന്ധമായ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മളെ നാട്ടിൽ കിട്ടുന്ന ഫുഡൊക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത്ര ടേസ്റ്റൊന്നുമില്ല. പക്ഷേ എങ്കിലും ഒരു വെറൈറ്റി നല്ല രീതിയിൽ കഴിക്കാമെന്ന് മാത്രം. അപ്പോൾ എന്താണ് എല്ലാം കൂടി തട്ടിക്കൂട്ടി ഒരു ചാട്ടം കഴിക്കും, വല്ല ഐസ്ക്രീമും കഴിച്ച് അങ്ങനെ പോക്കാണ് കേട്ടോ പതിവ്. എല്ലാം കൂടി കഴിച്ച് ഇങ്ങനെ നടക്കാൻ ഡ്രസ്സല്ല. നമ്മൾ നാട്ടിലായി കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയല്ല. നമ്മൾ ഫെയറിലൊക്കെ പോയി കഴിഞ്ഞാൽ ആദ്യം എക്സ്പ്ലോർ ചെയ്യുന്ന കാര്യം ഫുഡും ഐസ്ക്രീം അതുപോലുള്ള കാര്യങ്ങൾ തന്നെയല്ലേ. പക്ഷെ നമുക്ക് ടേസ്റ്റിൻ്റെ കാര്യം നോക്കുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകും, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ എന്താണ് കൂട്ടിയ പോലെ പാനിപ്പൂരി സെറ്റുകൾ കാണും കേട്ടോ. എൻ്റെ മെയിൻ ഹോബി പാനിപ്പൂരി ആയിരുന്നു കേട്ടോ. അപ്പോൾ നോർമലി ഒരു പ്ലേറ്റ് തട്ടിയത് കൊണ്ടാണ് പിന്നെ മേളൊക്കെ ഒന്ന് കഴിക്കാതിരിക്കുന്നത്. ബദ്രിക്കുട്ടൻ പിന്നെ കിടന്ന് വാശി പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വേറെ ഒന്നല്ല, ഇതുപോലുള്ള റൈഡുകളിലൊക്കെ കയറണം എന്ന് പറഞ്ഞിട്ട്
ഞങ്ങളും പറയും ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ആയി കഴിയുമ്പോഴേ ഇങ്ങനെ ഒരു മേളയൊക്കെ വരുമ്പോഴാണ് ഇവിടെ ശരിക്കും അവർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളുള്ളത്. കാര്യം ഓരോ റൈഡ്സിൽ കയറാം, അതുപോലുള്ള കാഴ്ചകളൊക്കെ വളരെ രസമുള്ള കാര്യങ്ങളല്ലേ. കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇതെല്ലാം കയറുമായിരുന്നു കേട്ടോ. ഞങ്ങളും ഒന്ന് രണ്ടെണ്ണത്തിലൊക്കെ കയറിയായിരുന്നു. പക്ഷേ ഇതിൽ പണ്ടത്തെ പോലെയല്ല കേട്ടോ, പെട്ടെന്ന് തലകറക്കം വരും. എനിക്കതുകൊണ്ട് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് കണ്ടിരിക്കാനൊക്കെ രസമാണ്, എന്നാലും വലിയ സാഹസികങ്ങളൊന്നും കാണിക്കാറില്ല കേട്ടോ. പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയും കൊണ്ടും അങ്ങനെ ഇങ്ങനെയും ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ വരുന്നതേ ഉള്ളൂ. ഇവിടെ നോർമലി ആൾക്കാർ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ പണിയൊക്കെ കഴിഞ്ഞ് ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് വരിക. അപ്പോഴത്തേക്ക് നമ്മൾ തിരിച്ചു പോകും കേട്ടോ. അതായത് ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ സ്ഥലം കാലിയാക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ഷോപ്പീസുകൾ നമുക്കിവിടെ കാണാം. അപ്പം അതും ചെറിയ ചെറിയ വിലയിലാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ ഓരോ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഓരോ കൊല്ലവും ഓരോ ടൈപ്പായിട്ടാണ് വരുന്നത് കേട്ടോ. അതൊക്കെ ഞാനിങ്ങനെ പെട്ടെന്ന് കളക്ട് ചെയ്ത് വെക്കും. അധികം ഞാൻ കളക്ട് ചെയ്യുമ്പോൾ ഏട്ടൻ അവിടെ കിടന്ന് പറയാൻ തുടങ്ങും എന്തിനാണ് ഇത്രയും വാരി കൂടി എടുക്കണമെന്നുള്ളത്. പക്ഷേ ഞാൻ പറയും ഇതൊക്കെ കഴിഞ്ഞു, ഇനി അടുത്ത കൊല്ലം നമ്മൾ വേറെ കളക്ഷൻസ് ആയിരിക്കില്ലേ. അത് കഴിഞ്ഞ് നേരെ ഞാൻ കമ്മലും മാലയൊക്കെ നോക്കാൻ വേണ്ടി പോയി കേട്ടോ. ഈ ഒരു ടൈപ്പ് വരുന്നതിനൊക്കെ വ്യത്യസ്തരമായിട്ടുള്ള റേറ്റുകളാണ്. പക്ഷേ എങ്കിലും വലിയ റേറ്റൊന്നുമില്ല. ഒരു 150 രൂപ തൊട്ട് സ്റ്റാർട്ടിങ്ങിൽ അങ്ങോട്ടാണ് വരുന്നത് കേട്ടോ. വലിയ വലിയ ജുമുക്കൊക്കെ വലിയ വലിയ റേറ്റുകൾ വരുന്നുണ്ട്. അപ്പം എനിക്കിഷ്ടമുള്ള 1-2 മാലയും അതുപോലെ തന്നെ കമ്മലൊക്കെ അതിൽ നിന്ന് പിക്ക് ചെയ്തെടുത്ത് ബദ്രിക്കുട്ടനാട്ടോ എനിക്ക് സെലക്ട് ചെയ്ത് തരുന്നത്. അടുത്ത സ്ഥലത്തേക്കുള്ള യാത്രയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ മേളയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് അതിൽ നമുക്ക് അതുകൊണ്ടാണ് ഈ 15 ദിവസം പോകുന്നത്. കാര്യം നമ്മൾ ഡെയിലി ഒരു 3-4 മണിക്കൂർ നടന്നാലും നമുക്ക് കണ്ടു തീരത്തില്ല. അത് കഴിഞ്ഞ് നമുക്ക് പള്ളിയിൽ ജസ്റ്റ് ഞങ്ങളൊന്ന് കയറി. പക്ഷേ അവിടെ എന്താണോ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയത്തില്ല. എന്നാലും ഉള്ളിൽ കയറി നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചിറങ്ങി. അതിന് ശേഷം ഇവിടെ ഒരു ഹോമം അവരുടെ പ്രാർത്ഥനകളൊക്കെ നടക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പോൾ അതിനുള്ളിലേക്ക് നമുക്കങ്ങനെ കയറാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ സൈഡിൽ കൂടെ പോയി അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി അവിടെ നേരെ തിരിച്ച് നമ്മൾ പുറകോട്ടേക്ക് തന്നെ വന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീണ്ടും ഞാൻ എവിടെ എത്തിക്കഴിഞ്ഞാലും ഓരോ കോർണറിലായിട്ടും ഓരോ ജ്വല്ലറി കട ഉണ്ടാകും കേട്ടോ. അതായത് ഫാൻസി ഐറ്റംസ്, മാലകൾ